നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ബൈബിളിലെ ജന്തുജാലങ്ങളിൽപ്പെട്ട മാൻ എന്ന ജീവിയെയാണ്. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഇത് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന വാചകമാണ്. എത്ര അർത്ഥവത്തായ ഒരു ധ്യാനചിന്തയാണിത്. ഇതുപോലെയുള്ള മനോഹരമായ അനേക ഉപമകളിൽ മാൻ വിശുദ്ധ ബൈബിളിൽ വിഷയമായിട്ടുണ്ട്. പലയിനം മാനുകളെ വേദപുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അവയിൽ 5 ഒരു വാക്യത്തിൽ തന്നെ അണിനിരക്കുന്നുണ്ട്. ആഹാരത്തിന് ഉപയോഗിക്കാവുന്ന ശുദ്ധിയുള്ള മൃഗങ്ങളുടെ നീണ്ട പട്ടികയിൽ കലമാൻ, പുള്ളിമാൻ, കടമാൻ, ചെറുമാൻ, കവരിമാൻ എന്നിവ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഈ മലയാള നാമം നമുക്ക് പരിചിതമല്ല. ഇംഗ്ലീഷ് പരിഭാഷയിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഡിയർ, ഗസല്ല, റോഡിയർ, എബെക്സ്, ആൻറ്റിലോപ്പ് എന്നാണ്. വ്യത്യസ്ത മലയാള പദങ്ങൾ ഒരേ ഇംഗ്ലീഷ് നാമത്തിന് തുല്യമായി ഉപയോഗിച്ചിരിക്കുന്നത് മൂലമുള്ള ആശയക്കുഴപ്പം വളരെയാണ്. ശലോമോൻ രാജാവിൻ്റെ അരമനയിൽ ഉപയോഗിച്ച ആഹാര പദാർത്ഥങ്ങളുടെ പട്ടികയിൽ മാൻ, ഇളമാൻ, മ്ലാവ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് പരിഭാഷയിൽ യഥാക്രമം ഡിയർ, ഗസല്ല, റോബെക്സ് എന്നിങ്ങനെയാണ്. മാൻ എന്നു മാത്രം ഉപയോഗിച്ചിരിക്കുന്നത് കലമാനിനെയോ അതിൻ്റെ പെൺവർഗമായ പേടമാനിനെയോ ആണ്. ഇംഗ്ലീഷ് പരിഭാഷയിൽ ഡോ എന്നാണ് രണ്ടിനെയും സൂചിപ്പിക്കുന്നത്. മാൻപേട